പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിജയം, വിശ്വാസ വിജയമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോ വിജയം വരിച്ചു. എങ്ങനെയാണ് ഈശോ വിജയം വരിച്ചത്? അതാണ് നമ്മൾക്കും വിജയം വരിക്കാനുള്ള മാതൃക എന്ന് പറയുന്നത്. ഈശോ എങ്ങനെയാണ് വിജയം വരിച്ചത്? അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അതാ തൻ്റെ സമാനത സ്റ്റാൻഡേർഡ് അത് അവൻ അവഗണിച്ചു. വിജയത്തിൻ്റെ വഴികളാണതെല്ലാം. യേശു വിജയത്തിൻ്റെ വഴികളാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായവും 6-7 വചനങ്ങൾ. ഫിലിപ്പിയ 2:6-7 വചനങ്ങൾ. അവൻ പ്രകൃത്യാ ദൈവമായിരിക്കവേ, ഏറ്റു പറഞ്ഞേ, ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂസ്വർഗങ്ങളിലുമുള്ള എല്ലാ ജീവജാലങ്ങളും മുഴങ്കാൽ മടക്കേണ്ടിയിരിക്കുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻ വല്ലഭത്വമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴേരിക്കിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴേരിക്കിമ്പനാമം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവം കൊടുക്കുന്നതും ഈ വിജയത്തിൻ്റെ നാമമാണ്. അതാണ് വെളിപാട് പറയണത് 2:17. ഞാൻ അവനൊരു നാമം കൊടുക്കുമെന്ന്. വിജയത്തിൻ്റെ നാമമാണ്. പരാജയം സമ്മതിക്കാത്ത നാമം. ഒന്നിൻ്റെ മുന്നിലും കുഞ്ഞിപ്പോകാത്ത ഒരു നാമമാണ് വിജയത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. പത്രോസ് ഭയങ്കര പട്ടിണി കിടന്നൊരു കാലമുണ്ടായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തിലെ. പത്രോസ് എല്ലാവരും ഇട്ടിട്ടും പോയി, കർത്താവും മരിച്ചു, യുദാസിൻ്റെ ആത്മഹത്യയോടുകൂടി സഭയ്ക്ക് ചീത്തപ്പേരുമായി, ആകപ്പാടെ നാശകോടാലിയായിരുന്നൊരു കാലം. അപ്പോഴേ അങ്ങനെ ഒരു കാലത്ത് പത്രോസ് വിശ്വാസ വിജയം വരിച്ച ഒരാളായിരുന്നു. കാരണം നമ്മൾ നടപടി പുസ്തകം 3:6 അവൻ 9-ാം മണിക്കൂറിൽ അവൻ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട്. 6-ാം മണിക്കൂറിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പത്രോസിൻ്റെ ജീവിതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ പത്രോസ്ലീഹായുടെ പെരുന്നാൾ ആഘോഷിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ മനുഷ്യനെക്കുറിച്ച് ഉള്ള ചിന്തയായിരുന്നു. കാര്യം തകർന്ന് 2 വള്ളം ഉണ്ടായിരുന്നു, അത് പോയി. അത് ഈശോനെ പ്രതി ഉപേക്ഷിച്ചതാണ് ശരിക്കും. പിന്നെ സ്വന്തമായിട്ട് ഇട്ടുകൂട്ടും പണവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോഴേ പിന്നീട് ആശ്രയം വെച്ചത് ഈശോയായിരുന്നു. ഈശോയും ഇപ്പോഴത്തെ ഈശോയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് ഈശോയുടെ എല്ലാ കാലാവസ്ഥകളും നമ്മൾ ഒന്ന് പ്രീസപ്പോസ് ചെയ്യണം. എപ്പോഴും ഒരേ കാലാവസ്ഥ ആയിരിക്കത്തില്ല ഈശോയുടെ കൂടെ ജീവിക്കുമ്പോൾ.
ചില സമയത്ത് പട്ടിണി കാലം വരും, ചില സമയത്ത് ഉയർപ്പിൻ്റെ കാലം വരും, ചില സമയത്ത് നാട്ടുകാർ നമ്മളെ കൈകാര്യം ചെയ്യുന്ന കാലം വരും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു കാലമായിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ പത്രോസിന് 3:6 എന്നാ കാലമാണ്? പട്ടിണിക്കാലവും, പണമില്ല, സമ്പത്തില്ല, ജോലിയില്ല, കൂടെ ഉള്ളവരൊന്നും ഇല്ല. കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കുന്നവരാണോ അല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഒരു സ്പിരിച്വൽ സപ്പോർട്ട് പോലും കിട്ടണില്ല. പത്രോസ് ഒറ്റയ്ക്കാണ് പള്ളിയിൽ വരണത്. യോഹന്നാൻ കൂടെ ഉണ്ട്, ദാറ്റ്സ് ഓക്കെ. ബാക്കി 10 പേരെന്തേ? അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലേ? വി ഡോണ്ട് നോ വെദർ ദേ പേരിങ് ഓർ നോട്ട്. അതാണ് അവസ്ഥ. സഭ തന്നെ ഒരു ആധ്യാത്മിക ശൈഥില്യം പിടിച്ചൊരു കാലമാണത്. ഇവർ ശരിക്കും ഐക്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ 10 ഇപ്പോൾ യുദാസ് പോയെന്ന് വിചാരിക്കുക, മത്തിയാസ് ഉൾപ്പെടെ 12 പേര് ഒരുമിച്ച് ദേവാലയത്തിൽ വരേണ്ടതല്ലേ? അവർക്കും പ്രാർത്ഥനയും കാരണ നമസ്കാരമൊക്കെ ഉള്ളതല്ലേ? പക്ഷേ ദേ ആർ നോട്ട് കമ്മിങ്. ഈ 2 മനുഷ്യർ ഒറ്റക്ക് ഇങ്ങനെ ദേവാലയത്തിലോട്ട് വരികയാണ്. വരണ സമയത്ത് ഈ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് കൈ നീട്ടണുണ്ട്. അപ്പോൾ പത്രോസ് അവനേക്കാൾ ഗതികെട്ട ജീവിതമാണ് ഇപ്പം ജീവിക്കുന്നത്. പത്രോസ് അത് തുറന്ന് പറഞ്ഞതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വയം എളിമപ്പെടുന്നൊരു മനുഷ്യനാണ് അയാൾ. ആ മുടന്തിൻ്റെ മുമ്പിൽ പറയും, എൻ്റെ അവസ്ഥ നിന്നേക്കാൾ കഷ്ടമാണ്. വേണമെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം, നമുക്ക് പൈസ ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോകാം. പക്ഷേ ഹീസ് അറ്റൻഡിങ് ദറ്റ് കേസ്. വേണമെങ്കിൽ ദേവാലയത്തിൻ്റെ വാതിൽ എന്തുമാത്രം ധർമ്മക്കാരിരിക്കുന്നതാണ്. പത്രോസിന് മൈൻഡ് ചെയ്യാതെ പോകാം, ആരും ഒന്നും പിടിച്ചു കെട്ടത്തില്ല. നോ, അയാളൊരു പാവപ്പെട്ട എളിയ മനുഷ്യനാണെങ്കിലും അയാളോട് സംസാരിക്കുന്നുണ്ട് പത്രോസ്. ആ കേസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് തൻ്റെ അവസ്ഥ പറയും. നിന്നെപ്പോലെയാണ് ഞാനും, എൻ്റെ കയ്യിലുമില്ല ഒന്നും, എൻ്റെ കാലം അതാണ്. ഒത്തിരി ഉണ്ടായിരുന്നതാണ്. 2 വള്ളവും വലയും അടിശ്ശേരി കാശും ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അതിന് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇതാണ് വിജയമെന്ന് പറയണത്, വിശ്വാസത്തിൻ്റെ വിജയമെന്ന് പറയണത്. കാലം ചേഞ്ച് ചെയ്തു, അതിൻ്റെ പേരിൽ കീഴടങ്ങാൻ തയ്യാറല്ലാത്തൊരു വിശ്വാസി. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തകർന്ന് തരിപ്പണമായി 0- ആയാലും ജീവിത പ്രാരാബ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രാതികൂല്യങ്ങളുടെയും മുമ്പിൽ തോറ്റുകൊടുക്കാനും കീഴടങ്ങാനും തയ്യാറാകാത്ത ഒരു മനുഷ്യൻ, അതാണ് വിശ്വാസി. അതാണ് ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് 1 യോഹന്നാൻ 5:4 നമ്മൾ പറഞ്ഞത്. ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയം. ഒന്നേറ്റ് പറഞ്ഞേ, ലോകത്തിന്റെ മേലുള്ള നമ്മുടെ വിജയം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസിൻ്റെ വിശ്വാസം. അതാണ് വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന അജ്ഞാതമായ മന്ന നൽകും, ഞാൻ അവന് ഒരു നാമം നൽകുമെന്ന്. ദ നെയിം ഓഫ് ജീസസ്. അവന് കൊടുത്ത നാമം എന്താ? വിജയം വരിച്ച ആ വിശ്വാസത്തിൽ തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ മേൽ വിജയം വരിച്ചു. തൻ്റെ കൂട്ടുകാർ തന്നെ കൂടെ ഇല്ലാതെ സപ്പോർട്ടില്ലാതെ വന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോലും കൂടെ വരാൻ സഭയില്ലാഞ്ഞൊരു കാലമുണ്ടായിരുന്നു. അപ്പോഴും അതിൻ്റെ മേലും അവൻ വിജയം വരിക്കുകയാണ്. ഒരു എളിയ മനുഷ്യനോട് അവൻ സംസാരിക്കാൻ തയ്യാറാകുന്നു. ഇത്രയും തകർച്ച ബാധിച്ച കാലഘട്ടങ്ങളിൽ തൻ്റെ വിദ്യാണെന്നോർത്ത് സ്വയം ശപിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോകാൻ തയ്യാറാകാതെ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ അംശങ്ങളോടുകൂടി
അവനതിനെ സമീപിക്കാൻ തയ്യാറാകണം എന്ന് അവനോട് സംസാരിച്ച് പത്രോസ്. ഞാനും നിന്നെപ്പോലെയാണ്, എൻ്റെ കയ്യിലും ഇല്ല പൊന്നുമില്ല, എനിക്ക് റോമാൻ നാണയം ഇല്ല എൻ്റെ കയ്യിൽ, വെള്ളിയില്ല, ഇസ്രയേലിൻ്റെ നാണയവും എൻ്റെ കയ്യിലില്ല, നാണയമില്ല എൻ്റെ കയ്യിൽ, കാൽക്കാശിന് വകയില്ലാണ്ടാണ് ഞാനും നടക്കണത്. പക്ഷേ ഐ ആം പ്രേയിങ്. ഞാനും നീ തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നീ ഇപ്പോൾ ഇവിടെ നിന്ന് തെണ്ടിക്കൊണ്ടിരിക്കുകയാണ് ദേവാലയത്തിനകത്ത് കയറാതെ, പക്ഷേ ഞാനീ വരും കൈയോടെ ദേവാലയത്തിനകത്ത് കയറുന്നു. എന്താണ്? അത് വിജയം വരിച്ചവൻ്റെ ലക്ഷണമാണ്. ഏത് തകർച്ചയിലും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള സമയത്തെ മറന്നു പോകാതെ ആവേശത്തോടു കൂടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകുന്നതാണ് വിജയം വരിച്ചവൻ്റെ ഒരു ലക്ഷണം. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നിട്ട് ഈ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത്രയും പറഞ്ഞ ശേഷം പറയും, ബട്ട് വെയിറ്റ്, ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്, ദറ്റ് ഐ വിൽ ഗിവ് യു, അത് ഞാൻ നിനക്ക് തരാം. എന്താണ്? പൊന്നില്ല, വെള്ളിയില്ല, പക്ഷെ അതുകൊണ്ട് ഒന്നും ഒരു മനുഷ്യൻ പരാജയപ്പെടത്തില്ല. എന്നെ വിജയിപ്പിക്കുന്ന ഒരു നാമം എൻ്റെ കയ്യിലുണ്ട്. സ്റ്റാൻഡ് അപ്പ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അയോണ ജോഷി. ഇടുക്കി രൂപതയിലെ പനങ്കോട്ടി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ 2024 ഓഗസ്റ്റ് 27-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം എൻ്റെ അമ്മ 2023 മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളൊരു നിയോഗവും അമ്മ വെച്ചിരുന്നു. പക്ഷേ ഒരു എയ്ഡഡ് സ്കൂളിൽ ടീച്ചറാകുവാനുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നതുള്ളതാണ്. എൻ്റെ വിഷയം ഫിസിക്സ് സബ്ജക്റ്റാണ്. ഞാൻ മൂന്ന് തവണ സെറ്റ് എക്സാം പല തവണ എഴുതി, പക്ഷേ എനിക്ക് ഒരിക്കലും കിട്ടിയില്ല. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, 6 മാസമൊക്കെ തച്ചിന് കുത്തിയിരുന്ന് പഠിച്ചു. പക്ഷേ എനിക്ക് 1, 2, 3 മാർക്കിനോ ഒക്കെ എപ്പോഴും ഞാൻ ഡിസ്ക്വാളിഫൈ ചെയ്യാറുണ്ട്. അന്നേരം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തതല്ലേ, നീ എനിക്ക് എന്തുകൊണ്ട് നീ തന്നില്ല? ഞാൻ കുറേ പരിഭവവും പരാതികളും എല്ലാം അമ്മയുടെ അടുത്ത് പറഞ്ഞു. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഉടമ്പടി എടുത്താൽ മാത്രമേ പരിശുദ്ധ അമ്മ നിനക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നമ്മ പറഞ്ഞു. അന്നേരം ഞാൻ കുറേ പ്രാർത്ഥിച്ചു, എനിക്കിതേ കൊണ്ടൊക്കെ സാധിക്കുവാൻ പറ്റുമോ? എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം എല്ലാ ദിവസവും ഒന്നും പള്ളിയിൽ പോകാൻ പറ്റില്ല. കാരണം ഞാൻ സ്കൂളിലെ ടീച്ചറാണ്. എല്ലാ ദിവസവും എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിൽ തന്നെ വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം ഞാൻ 2024 ഓഗസ്റ്റ് 27-ാം തീയതി ഞാൻ പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാലുകുത്തി. ആ കാലുകുത്തിയതിൻ്റെ ആ അവസരത്തിൽ തന്നെ ഒരു തണുത്തമായ കാറ്റ് എന്നെ സ്പർശിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ആ സെൻറ്ററിലേക്ക് പോയി. ആ സെൻറ്ററിൽ ഞാൻ ഫസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. അന്നേരം അച്ഛൻ്റെ ടോക്കിൽ, കാരണം കുറച്ച് നേരമുണ്ട് അച്ഛൻ്റെ ടോക്കിൽ, കുറച്ച് നേരമൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങിപ്പോയി. കാരണം ഇടുക്കിയിൽ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് രാവിലെ പോന്നതാണ്. പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കുവാൻ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മാത്രം ശ്രദ്ധിച്ചു, പരിശുദ്ധ കുർബാന മുടങ്ങാതെ നീ എന്നും കാണണമെന്ന്. എനിക്കറിയാം, ഞാൻ വീട്ടിലാണെങ്കിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും എൻ്റെ സ്കൂളിൻ്റെ അടുത്ത്, ഞാൻ സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ അടുത്തൊരു പള്ളിയുണ്ട്. എല്ലാ ദിവസവും ഞാൻ ആ പള്ളിയിൽ കയറിയിട്ട് മാത്രമേ ഞാൻ പോകാറുള്ളൂ. പക്ഷേ എല്ലാ ദിവസവും എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി കാര്യങ്ങളിലെല്ലാം ഞാൻ ടിക്ക് ചെയ്ത് കൊടുത്തു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുമെന്നൊക്കെ. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെയ്യുന്നത് ഞാൻ പഴയതുപോലെയായി. കാരണം എനിക്കൊന്നും ചെയ്യുവാൻ പറ്റിയില്ല. കാരണം പള്ളിയിൽ പോക്കൊന്നുമില്ല, കുമ്പസാരമൊക്കെ മാസത്തിലൊരിക്കലായി. അങ്ങനെ ഒരു ഉടമ്പടി ഒരു അലസതയോടുകൂടിയാണ് ഞാൻ
ചെയ്തു പോകുന്നത്. പക്ഷേ ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസിൻ രാത്രിയിൽ ഞാൻ പള്ളിയിൽ പോയപ്പോൾ എനിക്കൊരു സ്വരമുണ്ടായി. ഞാൻ കുർബാന കണ്ടുകൊണ്ടിരുന്നത്, നീ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. കാരണം പരീക്ഷ ഞാൻ 3 തവണ എഴുതി, എന്നിട്ടും ഒന്നും എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആ ദിവസം ഞാൻ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞാൻ 2025 ജനുവരി 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അങ്ങനെ ഞാൻ അതുപോലെ തന്നെ എക്സാമിൻ്റെ LBS സെൻറ്ററിൽ നിന്ന് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ പിന്നെ ആകെ എൻ്റെ കയ്യിൽ 1 മാസം, കഷ്ടിച്ച് ജനുവരി മാസം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എല്ലാ തവണയും ഞാൻ എക്സാം ഡേറ്റ് വരുന്നതിന് മുൻപ് 6 മാസം മുന്നേ ഞാൻ പഠിത്തം തുടങ്ങുമായിരുന്നു. കാരണം ഞാൻ എൻ്റെ മെറിറ്റ് കൊണ്ട് നേടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് തന്നില്ല. ഞാൻ 1 മാസം അത് എല്ലാം ഞാൻ കവർ ചെയ്യാനൊന്നും സാധിച്ചില്ല. കാരണം സെറ്റ് എക്സാം എന്നുള്ളത് 2 പേപ്പറാണ്. ഒന്ന് ജനറൽ പേപ്പറും രണ്ടാമത്തേത് ഫിസിക്സ് സബ്ജക്റ്റുമാണ്. പക്ഷേ എനിക്കത് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അത്യാവശ്യം നോക്കിയിട്ട് പോയി. പരീക്ഷ അടുക്കും തോറും എനിക്ക് ടെൻഷൻ കൂടി വന്നു. അങ്ങനെ ഫെബ്രുവരി 2-ാം ദിവസമാണ് എൻ്റെ എക്സാം. അത് ഞാൻ കോട്ടയത്താണ് എക്സാം സെൻറ്റർ വെച്ചിരുന്നത്. കാരണം എനിക്ക് പലരോടും പറയാൻ മടിയായിരുന്നു. കാരണം എൻ്റെ കൂട്ടുകാരോട് പോലും ഞാൻ ആരോടും പറയാതെ തന്നെയാണ് എക്സാം എഴുതാൻ പോയത്. കാരണം നാണക്കേട് കൊണ്ടാണ്. എല്ലാവരും ചോദിക്കും, നീ ഇതുവരെ എഴുതി കിട്ടിയില്ലേ എന്ന് ചോദിക്കും. പക്ഷേ ആ നാണക്കേട് മൂലം ഞാൻ എക്സാം സെൻറ്റർ വരെ മാറ്റിവെച്ചു. കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഇപ്രാവശ്യം ആപ്ലിക്കേഷൻ വെച്ചില്ല എന്ന്. കാരണം ഞാൻ നുണ പറഞ്ഞതല്ല, കാരണം എൻ്റെ നാണക്കേട് മൂലം കൊണ്ടാണ് ഞാനത് അവിടെ പറയാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ ഫെബ്രുവരി 2-ാം ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് പരീക്ഷയ്ക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനൊന്നും പഠിച്ചു തീർന്നിട്ടില്ല. എനിക്ക് തലേദിവസമൊക്കെ ആണെങ്കിലും ഉറക്കമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ആ 5:30 സമയത്ത് അച്ഛൻ പറഞ്ഞ ടോക്ക്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നീ ഒരു കാരണത്താലും ടെൻഷൻ അടിക്കണ്ടല്ല. ആ വചനം കൊണ്ടാണ് ഞാൻ എൻ്റെ പരീക്ഷാ സെൻറ്ററിലേക്ക് ഞാൻ കടന്നുപോയത്. അങ്ങനെ പരീക്ഷാ ഹാളിലെത്തിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ സീറ്റിൽ നീ എന്നെ കൊണ്ട് എത്തിക്കണം. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഞാൻ ടെൻഷനും കൊണ്ട് എനിക്ക് വല്ലതും പറ്റി സംഭവിച്ചു പോകുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ആ ഹാളിലേക്ക് പ്രവേശിച്ചു. എല്ലാ കുട്ടികളും വന്ന് ആ പരീക്ഷാ ഹാളിൽ നിറഞ്ഞു. പക്ഷേ എൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന സീറ്റ് മാത്രം കാലിയായിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി പരിശുദ്ധ അമ്മയ്ക്കുള്ള സീറ്റാണ്, എനിക്ക് അത് ഉത്തരം പറഞ്ഞു തരാനുള്ളൊരു സീറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്തായിട്ട് വിതറി. അങ്ങനെ 9:30 മണി സമയമായി. എക്സാമിനേഴ്സ് എല്ലാം ഹാളിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പേപ്പർ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടി. 1-ാമത്തെ ചോദ്യം മുതൽ 120-ാമത്തെ ചോദ്യം വരെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആകെ 2, 3, 4 ക്വസ്റ്റ്യൻ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ, അതായത് 1-ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാതെ ഞാൻ 120-ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ കറപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, ഞാൻ കറപ്പിക്കുന്നതെല്ലാം ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ പേപ്പർ 1 എക്സാമിൻ്റെ സമയം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഹാളിലേക്ക് പുറത്തിറങ്ങിയപ്പോൾ, കാരണം എനിക്ക് പരീക്ഷ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു, എനിക്ക് ഇപ്രാവശ്യവും കിട്ടില്ല, ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, പരിശുദ്ധ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഞാൻ ആ സമയത്ത് അടുത്ത പരീക്ഷയ്ക്കുള്ള കുറച്ച് ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫിസിക്സിൻ്റെ സബ്ജക്റ്റിൻ്റെ പേപ്പർ ഒന്നും ഞാൻ നോക്കിയില്ല. ആകെ ഞാൻ നോക്കിയിരുന്നത് അച്ഛൻ്റെ ആ ദിവസത്തെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മാത്രം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സമയം കുറച്ചൊക്കെ പോയി. അങ്ങനെ അടുത്ത പരീക്ഷാ സമയമെടുത്തു. അടുത്ത പരീക്ഷയിൽ കാരണം എല്ലാ പ്രാവശ്യവും പ്രോബ്ലംസ് മാത്രം ചോദിക്കുന്ന ഒരു പേപ്പറാണ് ഫിസിക്സിൻ്റെ സെറ്റ് എക്സാം എന്നുള്ളത്. ഒരു തിയറി പോർഷൻ പോലും ചോദിക്കുന്നില്ല. ഞാൻ ഇപ്രാവശ്യം ആകെ പഠിച്ചുകൊണ്ട് പോയത് തിയറി പോർഷൻ മാത്രമാണ്. അന്നേരം ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലേക്ക് കിട്ടി. ആദ്യം മുതൽ ഒത്തിരി
തിയറി ക്വസ്റ്റ്യൻ മാത്രമാണ്, ഞാൻ പഠിച്ച ഭാഗത്തിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ചോദിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ ഒന്നാമത്തെ പേപ്പർ പാടാക്കിയെങ്കിലും രണ്ടാമത്തെ പേപ്പർ നീ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞാൻ അന്നേരം തന്നെ കൊടുത്തു. ഇപ്രാവശ്യം എനിക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. പക്ഷേ പരീക്ഷയെല്ലാം കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, പരീക്ഷ രണ്ടാമത്തെ പേപ്പർ കുഴപ്പമില്ലായിരുന്നു, ഒന്നാമത്തെ പേപ്പർ അധികം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റ് ചെയ്ത് ഒരു സെറ്റ് എക്സാം, ഒരു ജനറൽ കാറ്റഗറിക്ക് സെറ്റ് എക്സാം പാസ്സാവണമെങ്കിൽ 116 മാർക്ക് വേണം. എനിക്കാകെ കിട്ടിയ മാർക്ക് 114 മാർക്കാണ്. അങ്ങനെ എനിക്ക് വീണ്ടും സങ്കടത്തിലായി. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല, നിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രമേ ഞാൻ കയറിപ്പോകുകയുള്ളൂ, ഗ്രേസ് ഓഫ് ഗോഡ് മാത്രമുള്ളൂ എനിക്കിനി, വേറെ ആരും എനിക്കില്ല എന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ അമ്മയോട് എന്നും ഒരു പരാതി പറയുമായിരുന്നു, എല്ലാവർക്കും നീ ഒരു എന്തെങ്കിലും ഒരു അടയാളം കൊടുക്കുമെന്ന്, പക്ഷെ നീ എനിക്ക് മാത്രം എന്താ ഒരു അടയാളം തരില്ലാത്തതെന്ന് ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഒരു സന്ധ്യാസമയമായപ്പോൾ ആ ഉടമ്പടി സായാഹ്ന പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അതായത് റിസൾട്ട്, ഞാൻ രണ്ടാമത് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ മാർച്ച് 25-ാം തീയതിക്ക് മുന്നേ ആയിട്ട് എൻ്റെ റിസൾട്ട് നീ പ്രഖ്യാപിക്കണം. റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഞാനത് ക്വാളിഫൈഡ് ആകണം, പച്ച നിറത്തിൽ തന്നെ അത് എഴുതി കാണിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കലും അത് റെഡ് മഷിയിൽ റെഡ് മഷി എന്ന് പറയുന്നത് ഫെയിൽഡ് എന്നാണ്. അപ്പം അതങ്ങനെ കാണിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 5 ദിവസത്തിന് മുന്നെയായി മാതാവ് എനിക്ക് മേൽ പ്രത്യക്ഷപ്പെട്ടു. ആ പച്ചത്തിരിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനത് അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് മാതാവ് തന്നെയല്ലേ? അന്നേരം അമ്മ പറഞ്ഞു, ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അന്നേരം അമ്മ പറഞ്ഞു, അത് മാതാവ് തന്നെയാണ്, നീ നന്നായി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് 20-ാം തീയതി ഒരു 12 മണി സമയമായപ്പോൾ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് എന്ന നോട്ടിഫിക്കേഷൻ LBS സെൻറ്ററിൽ കാണിച്ചു. അന്നേരം ഞാൻ സ്കൂളിലായിരുന്നു, അന്ന് പരീക്ഷാ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഫോണൊന്നും എടുക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല, ഫോൺ എടുക്കാനുള്ള സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ ആയിട്ട്, കാരണം സ്കൂളിൽ അറിയത്തില്ല ഞാൻ ഈ സെറ്റ് എക്സാം എഴുതിയ കാര്യമൊന്നും. അങ്ങനെ ഞാൻ എൻ്റെ അനിയനോട് പറഞ്ഞു, എടാ റിസൾട്ട് വന്നിട്ടുണ്ട്, നീ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് 12 മണിക്ക് സമയമായപ്പോൾ സൈറ്റ് ഹാങ് എന്നാണ് കാണിച്ചിരുന്നത്. പിന്നെ ഞാൻ നോക്കുമ്പം ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ ഇനിയും കൈവിട്ട് പോയല്ലോ മാതാവേ എന്ന് ഞാൻ വീണ്ടും അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അമ്മ എന്നെ ഫോണിൽ വിളിച്ചു, എന്തായി റിസൾട്ട് എന്ന് ചോദിച്ച്. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മേ 2:30 സമയമാകാതെ എൻ്റെ റിസൾട്ട് വരത്തില്ല എന്ന്. കറക്റ്റ് 2:30 സമയമായപ്പോൾ എൻ്റെ അനിയൻ എന്നെ വിളിച്ചു പറഞ്ഞു, നീ സെറ്റ് ക്വാളിഫൈഡ് ആണെന്ന്. ഞാൻ അന്നേരം അമ്മയെ ഉറക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അന്നേരം സ്കൂളിൽ ആരോടും പറഞ്ഞിട്ടുണ്ടില്ലായിരുന്നോട് ഞാൻ ആരോടും പറഞ്ഞില്ല. കാരണം പരിശുദ്ധ അമ്മയുടെ മുൻപിൽ സാക്ഷിയാക്കി നിർത്തിയതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ കാര്യം പറയുകയുള്ളൂ എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തു. പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനൊരു ചേട്ടനോട് പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ വരുന്നൊരു ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നൊരു ചേട്ടനാണ്. ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഒരു എക്സാം പാസ്സായിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ ആ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നേ? പരിശുദ്ധ അമ്മ നിനക്ക് തന്ന ഒരു അത്ഭുതമാണ്, അപ്പം നീ എന്തുകൊണ്ടത് പറയുന്നില്ല? അങ്ങനെ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ നുണ പറയാതെ ഞാൻ പറഞ്ഞു, ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണെന്ന്. പരിശുദ്ധ അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. 2025 എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മ എനിക്ക് സമ്മാനിച്ചത്. 114 മാർക്കാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ എനിക്ക് 124 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. 116 മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് മാതാവിനെ 124 മാർക്ക് കൊണ്ടാണ്, അതിനേക്കാളും കുറച്ച് മാർക്ക് കൂടുതൽ എനിക്ക് ലഭിച്ചു. അതായത് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഇരട്ടി ഫലമാണ് മാതാവ് എനിക്ക് തന്നത്. വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു. അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഇടുക്കി രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലിങ്ക് സംഘടനയിലെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് മൂലം
മൂലം എനിക്ക് വൃദ്ധസദനങ്ങളിലും അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് പാവപ്പെട്ട അമ്മമാരോടും ക്രിസ്മസിനൊക്കെ ഞങ്ങൾ അവിടെയായിരിക്കും കൂടുതലായിട്ട് ചെലവഴിക്കുക. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഞാൻ ചെലവഴിക്കുകയും സമയം കണ്ടെത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സാമ്പത്തിക സഹായം എനിക്ക് ഞാൻ അങ്ങനെ തേടിപ്പോകില്ലായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ മാതാവ് എൻ്റെ മുന്നിൽ കൊണ്ടുതരും. അവർക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലിരിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഞാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നേക്കാൾ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് ഞാനൊരു ടീച്ചറാണ്, അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോൾ കുട്ടികൾ എന്നോട് വന്ന് പറയും, ചേച്ചി ഇതൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ അവർക്ക് ഒരു മടിയും കൂടാതെ, ഞാൻ ഒരു ഫീസും മേടിക്കാതെ ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം എൻ്റെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു.